പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ തുടക്കത്തിലെ പറയാനുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. ആരാധകരെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച ഒരു റോ എപ്പിസോഡ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. റോമൻ റീൻസ്, ജേക്കബ് ഫാറ്റ് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റ് മാത്രമാണ് ഒരു ബിഗ് സെഗ്മെൻ്റ് ആയിട്ട് അവർ മുൻകൂട്ടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും WWE മുൻകൂട്ടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാതും ഒരു സർപ്രൈസാക്കി നടന്ന മത്സരങ്ങളും സർപ്രൈസാക്കി നടന്ന ഒരു സെഗ്മെൻറ്റ്സുമായിരുന്നു. ഈവൻ ബ്രോക്ക് ലെസ്നറിൻ്റെ ആ ഒരു സർപ്രൈസ് റിട്ടേൺ തന്നെയാണ് റോ എപ്പിസോഡിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഒരു സാധാരണ റോ എപ്പിസോഡ് ഒരിക്കലും നമ്മളിങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് റോ എപ്പിസോഡ് അല്ലെങ്കിൽ സ്മാക്ഡൗൺ എപ്പിസോഡ് നമ്മൾ അങ്ങനെ കാണണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എക്സൈറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും നമുക്കങ്ങനെ നൽകാറില്ല. എന്നാലും നമ്മൾ വർഷങ്ങളോളം കണ്ടുവരുന്ന ഒരു റോ എപ്പിസോഡ് മുടങ്ങാതെ കാണുന്നു എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു നോർമൽ എപ്പിസോഡ് ആകുമെന്ന് പ്രതീക്ഷിച്ച ഈ ഒരു ദിവസത്തെ റോ എപ്പിസോഡ് അത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയത് അത് സ്റ്റാർട്ട് ടു എൻഡ് റോ എപ്പിസോഡിൻ്റെ ഒരു വൈബ് തന്നെ മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു സെഗ്മെൻറ്റ് എന്നുള്ളതല്ല, എല്ലാ സെഗ്മെൻറ്റുകളും മറ്റൊരു തലത്തിലേക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ പോയിട്ടുണ്ടായിരുന്നു. കുറേയധികം സർപ്രൈസ് ആയിട്ടുള്ള ഒരു മത്സരങ്ങളും കുറേയധികം സർപ്രൈസ് ആയിട്ടുള്ള മൊമെൻറ്റ്സും നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. അപ്പോൾ തുടക്കത്തിലെ നമുക്ക് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് പുതിയ മത്സരങ്ങൾ കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൺസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് സോൾ റൂക്കെതിരെ കളിക്കുന്ന ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ചാമ്പ്യൻഷിപ്പ് മാച്ച് അല്ല, ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത ഒരു നോർമൽ 1-on-1 മത്സരമായിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. കൂടാതെ കൺഫേം ചെയ്തിട്ടുള്ളത് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ബ്രീ ബെല്ല, പേജ് തുടങ്ങിയവരുടെ ടീം ലാഷ് ലെജൻഡ്, നയ ജാക്സ് തുടങ്ങിയ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം കൂടിയാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമതായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതിയ മത്സരം കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റീൻസ് ജേക്കബ് ഫാറ്റു എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇത്തവണ ഇതൊരു ട്രൈബൽ കോമ്പാക്റ്റ് റൂൾസിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത്. ട്രൈബൽ കോമ്പാക്റ്റ് റൂൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മത്സരം തന്നെയാണ്. ഈ മത്സരത്തിൽ എതിരാളികൾക്കെതിരെ യാതൊരുവിധ റൂളും ഉണ്ടായിരിക്കില്ല. എങ്ങനെ ഏതൊരു എക്സ്ട്രീം ലെവലിലേക്കും ഈ ഒരു മത്സരത്തെ കൊണ്ടുപോകാം, ഏതൊരു ഹാർഡ് കോർ ലെവലിലേക്കും ഈ ഒരു മത്സരം കൊണ്ടുപോകാം. പിൻഫോള്, സബ്മിഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മത്സരം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് റഫറി സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലേക്കൊന്നും മത്സരം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ് നിലവിൽ ഈ ട്രൈബൽ കോമ്പാക്റ്റ് മത്സരത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. കൂടാതെ ഈ ട്രൈബൽ കോമ്പാക്റ്റ് മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ 2 ട്രൈബൽ കോമ്പാക്റ്റ് മത്സരങ്ങളാണ് ഇതിനു മുൻപ് നടന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതിൽ ജെ ഊസോയെ റോമൻ റീൻസ് പരാജയപ്പെടുത്തി, രണ്ടാമത്തേതിൽ സോളോ സിക്കോവയെ റോമൻ റീൻസ് പരാജയപ്പെടുത്തി. ഇപ്പോൾ മൂന്നാമത്തെ ട്രൈബൽ കോമ്പാക്റ്റ് ഫൈറ്റിലും റോമൻ റീൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ട്രൈബൽ കോമ്പാക്റ്റ് ഫൈറ്റിൽ വിജയിക്കുന്ന റെസ്ലറിന് ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല കിട്ടാൻ പോകുന്നത്, ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന പൊസിഷൻ കൂടി കിട്ടാൻ പോകുന്നുണ്ട്. ഇത് ട്രിപ്പിൾ എച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രൈബൽ ചീഫ്, വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയവയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റിപ്പുലേഷനായിട്ട് വെച്ചിട്ടുള്ള ഒരു ഹൈ സ്റ്റേക്ക് മാച്ചാണ് ഈ ട്രൈബൽ കോമ്പാക്റ്റ് മത്സരമായിട്ട് ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റ് സാധ്യതയുള്ള മത്സരമായിട്ട് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തന്നെയായിരുന്നു നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. ജേക്കബ് ഫാറ്റുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജിമ്മി യൂസോയുടെ ഭാഗം കാണാൻ സാധിച്ചു. ജേക്കബ് ഫാറ്റുവിനെ കമ്പനി പുറത്താക്കാൻ പോകുകയാണ് എന്നും നീ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ജേക്കബ് ഫാറ്റുവിനെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവിടെ ഒരു ഫൈറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഫൈറ്റിനൊടുവിൽ ഊസോസിനെ ജേക്കബ് ഫാറ്റു അടിച്ച് തകർക്കുന്നുണ്ട്. പിന്നീട് റോമൻ റീൻസ് വന്ന് റോമൻ റീൻസിനെയും ജേക്കബ് ഫാറ്റു അടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഊസോസും റോമൻ റീൻസും ചേർന്ന് പിന്നീട് അങ്ങോട്ട് ക്രൂരമായിട്ടുള്ളൊരു ആക്രമണം ജേക്കബ് ഫാറ്റുവിന് നേർക്ക് അഴിച്ചുവിടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു 3-on-1 സിറ്റുവേഷൻ ആയിരുന്നു. നമ്പേഴ്സ് അഡ്വാൻറ്റേജ് റോമൻ റീൻസിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ ജേക്കബ് ഫാറ്റുവിനെ കീഴടക്കിക്കൊണ്ട് റോമൻ റീൻസ് ആ റിങ് വിട്ടുപോയി. പക്ഷേ ട്രൈബൽ കോമ്പാക്റ്റ് മത്സരം വേണമെന്ന് ആവശ്യപ്പെട്ടതും ജേക്കബ് ഫാറ്റുവാണ്. അപ്പോൾ ജേക്കബ് ഫാറ്റുവിനെ മികച്ച ഒരു നല്ലൊരു ഹൈപ്പുള്ള റെസ്ലറാക്കി റോമൻ റീൻസിന് ഒത്ത എതിരാളിയാക്കി കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ട്രൈബൽ കോമ്പാക്റ്റ് മത്സരമൊക്കെ കഴിഞ്ഞതിന് ശേഷം റോമൻ റീൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. അതിനുശേഷവും ജേക്കബ് ഫാറ്റു എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇനിയൊരു ക്യൂരിയോസിറ്റി ഉള്ളത്. ഇതേ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അടുത്തൊരു ടോപ്പ് ലെവൽ സൂപ്പർ സ്റ്റാറിനെ നമുക്ക് WWE 2026 തന്നെ ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ ഒരു സംശയവുമില്ല. കാരണം അത്ര വലിയൊരു സപ്പോർട്ട് കാണികൾ ഇപ്പോൾ ജേക്കബ് ഫാറ്റുവിന് കൊടുക്കുന്നുണ്ട്. റോമൻ റീൻസിനെതിരെയുള്ള സ്റ്റോറി കഴിഞ്ഞാലും ഇതേ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറി ലൈനുകൾ കൊടുത്താൽ ജേക്കബ് ഫാറ്റു മറ്റൊരു തലത്തിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല.
മൂന്നാമത്തെ അപ്ഡേറ്റ് ക്ലാഷ് ഇൻ ഇറ്റലി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഇനി പുതുതായി ആഡ് ചെയ്യാൻ സാധ്യതയുള്ള 2 മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ബ്രോക്ക് ലെസ്നറുടെ മത്സരമാണ്. ഇതൊരു 99% കൺഫേം ആയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയൊരു ഒഫീഷ്യൽ മാച്ച് കാർഡ് മാത്രമേ നമുക്ക് ലഭിക്കേണ്ടതുള്ളൂ. റസൽമേനിയ 42 നടന്ന ഒബാഫെമിയുമായിട്ടുള്ള ബ്രോക്കിൻ്റെ മാച്ചിൻ്റെ ഒരു റീമാച്ച് ആയിരിക്കും നമുക്ക് ഈ ക്ലാഷ് ഇൻ ഇറ്റലിയിൽ കാണാൻ സാധിക്കുക. ബ്രോക്കിൻ്റെ ഒരു വരവിനെ സംബന്ധിച്ച് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ രാവിലെ പങ്കുവച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ബ്രോക്കിനെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് 101% സത്യമാണ്. ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സമ്മർ സ്ലാം സമയത്തൊക്കെ ബ്രോക്കിൻ്റെ ഒരു റിട്ടേണിൻ്റെ ഒരു വാർത്തകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ പുറത്തേക്ക് വരും. ബ്രോക്കിൻ്റെ ഒരു റിട്ടേൺ നടക്കുമെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ഡീറ്റെയിൽ അനുസരിച്ച് നമുക്ക് ലഭിച്ചത്. പക്ഷേ ക്ലാഷ് ഇൻ ഇറ്റലിയിൽ ബ്രോക്കിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു സാധ്യത പോലും ആരും പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വലിയ സീക്രട്ടാക്കി വളരെ സർപ്രൈസാക്കി ക്രിയേറ്റിവിറ്റി നടത്തിയ വലിയൊരു റിട്ടേൺ തന്നെയായിരുന്നു ബ്രോക്കിൻ്റെ. അതിനെ അവർ കയ്യടി അറിയിക്കുന്നുണ്ട്. ഈ ഒരു കാലത്തും ഇത്രയും വലിയൊരു സർപ്രൈസ് ആക്കിയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ അത് അവരുടെ ഉള്ളിലെ ആ ഒരു പ്ലാനുകളൊന്നും ലീക്കാകാതിരിക്കാൻ അവർ സെപ്പറേറ്റ് നല്ലൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മത്സര സാധ്യത ക്ലാഷ് ഇൻ ഇറ്റലി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് സെത്തും ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യതയാണ്. ഒരു ഗംഭീര ഒരു ബിൽഡപ്പ് ഈ ഒരു സ്റ്റോറി ലൈനിൽ നടക്കുന്നുണ്ട്. സെത്തും ഓസ്റ്റിൻ തിയറിയും തമ്മിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. നല്ല കൗണ്ടറുകളും നല്ല റിവേഴ്സുകളും ഒക്കെ നടത്തി നല്ല മൂവ്സൊക്കെ നടത്തിയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. സെത്ത് റോളൻസിൻ്റെ ആ സൂപ്പർ കിക്കും തുടർന്ന് വരുന്ന കെർബ് സ്റ്റോമ്പൊക്കെ കൊടുത്തിട്ടുള്ള ആക്രമണം സെത്തിനെതിരെ ഓസ്റ്റിൻ തിയറി ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഈ ബ്രാസ് നെക്ലസ് ഉപയോഗിച്ച് സെത്തിനെ ആക്രമിക്കാനുള്ള ഒരു സഹായം ലോഗൻ പോൾ തിയറിക്ക് മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ സെത്ത് തിരിച്ചടിക്കുന്നു. ആ ബ്രാസ് നെക്ലസ് ഉപയോഗിച്ച് ലോഗൻ പോളിനെ അടിക്കുന്നു. എന്നിട്ട് പെഡിഗ്രി എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ച് ഓസ്റ്റിൻ തിയറിയെ പിൻഫോളിലൂടെ സെത്ത് പരാജയപ്പെടുത്തുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തുടർന്ന് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ടീമിൻ്റെ ഒരു സഹായം സെത്തിനെ ലഭിക്കുന്നുണ്ട്. ദ വിഷൻ ടീം സെത്തിനെ ആക്രമിക്കുന്ന ഒരു സമയത്ത് ആദ്യം ഏഞ്ചലോ ഡോക്കിൻസും തുടർന്ന് മോണ്ടസ് ഫോർഡും അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഒരു രക്ഷപ്പെടുത്തൽ നടത്തുന്നുണ്ട്. പക്ഷേ അവസാനം മോണ്ടസ് ഫോർഡിനെ ബ്രോൺ ബ്രേക്കർ സ്പിയർ കൊടുത്ത് ആ ഒരു മൊമെൻറ്റിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം സെത്തിനെയും ബ്രോൺ ബ്രേക്കർ സ്പിയർ കൊടുത്ത് ആക്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് റോ എപ്പിസോഡുകളായിട്ട് സെത്ത് റോളൻസിനെ സ്പിയർ കൊടുത്ത് ബ്രോൺ ബ്രേക്കർ ആക്രമിക്കുന്ന മൊമെൻറ്റിലൂടെയാണ് അവരുടെ ഒരു സ്റ്റോറിയുടെ ഒരു എൻഡിങ് ഭാഗം കാണിക്കുന്നത്. അപ്പോൾ നല്ല സ്റ്റോറിയാണ്. ഇതിന് ഒരു റസൽമേനിയ 42 അവർ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്ത ബ്രോൺ ബ്രേക്കർ സെത്ത് സ്റ്റോറി അവർ ഈ ക്ലാഷ് ഇൻ ഇറ്റലിയിലെ ഒരു മത്സരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ റോ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ മത്സരങ്ങളെ സംബന്ധിച്ചുള്ളത് പ്രഡിക്ഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റോ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ പേജ്, ബ്രീ ബെല്ല തുടങ്ങിയവരുടെ ടീം ജഡ്ജവന്റെ ഡേയിലെ റോക്സിനി പെർസ്, റഗൽ റോഡ്രിഗസ് തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാർക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. ലിക് മോർഗന്റെ ഇടപെടൽ ജഡ്ജവന്റെ ഡേയുടെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളൊരു സംശയം സൃഷ്ടിക്കുന്ന രീതിയിൽ കുറച്ച് ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജെസിക്ക കാർ എന്ന റഫറി അത് അവസാനം കണ്ടുപിടിക്കുകയും ലിക് മോർഗനോട് ബാക്ക് സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഈ ഒരു അവസരമൊക്കെ മുതലെടുത്തിട്ടാണ് ടൈറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്രമണത്തിനൊക്കെ റോക്സിനി പെർസ് തുനിഞ്ഞ് എന്നുണ്ടെങ്കിലും അതിനെയൊക്കെ കൗണ്ടർ ചെയ്തിട്ടാണ് ബ്രീ ബെല്ല, പേജ് തുടങ്ങിയവരുടെ ടീം ടൈറ്റിൽ റിട്ടേൺ ചെയ്തത്. അതിനുശേഷം ലിക് മോർഗൻ വന്നിട്ട് ഈ ചാമ്പ്യന്മാരെ ആക്രമിക്കുന്നുണ്ട്. ഈ ജഡ്ജിയുടെ ടീമിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ബെയ്ലി, ലൈറ വൽക്കീരിയ തുടങ്ങിയവരുടെ ഒരു വരവും നമുക്കവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ലൈറ വൽക്കീരിയ, ബെയ്ലി തുടങ്ങിയവർ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള രീതിയിൽ ജഡ്ജിയുടെ ടീമിനെ നല്ല രീതിയിൽ ആക്രമിച്ച് അവർ റിങ്ങിൻ്റെ പുറത്തേക്ക് വിടുന്നൊരു മൊമെൻറ്റും കാണിച്ചിട്ടാണ് ഇവരുടെ ഭാഗങ്ങൾ അവസാനിക്കുന്നത്. തുടർന്നാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ പേജ്, ബ്രീ ബെല്ല തുടങ്ങിയവരുടെ ടീം ലാഷ് ലെജൻഡ്, നയാജാക്സ് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം ഒഫീഷ്യലായി കൺഫേം ചെയ്തത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് LA നൈറ്റ് എന്ന് പറയുന്ന റെസ്ലറിന്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചാണ്. ഊസോസ് എന്ന് പറയുന്ന ടീം റോമൻ റെയിൻസുമായി അടുക്കുന്നതിനോടുള്ള LA നൈറ്റിൻ്റെ ഒരു എതിരഭിപ്രായം അത് കൃത്യമായി ഊസോസിനോട് LA നൈറ്റ് പറയുന്നുണ്ട്. കൂടാതെ സെത്ത് റോളൻസ് ഒറ്റയ്ക്ക് തന്നെ ദ വിഷൻ ടീമിനെതിരെ പോരാടണം, ഒരാളും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതും LA നൈറ്റ് സെത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോൾ LA നൈറ്റ് ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതും. അതും ടോപ്പ് സൂപ്പർ സ്റ്റാർസിനെതിരെയുള്ള ഒരു സ്റ്റോറി തന്നെയായിരിക്കും LA നൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട്. റോമൻ റെയിൻസ്, ഊസോസ്, സെത്ത് തുടങ്ങിയവരെയും ദ വിഷൻ ടീമിനെയും ഒക്കെ LA നൈറ്റ് ഡയറക്റ്റായിട്ട് ഫോക്കസ് കൊടുക്കുന്ന രീതിയിലാണ് LA നൈറ്റിൻ്റെ റിട്ടേണിൽ അവർ കാണിച്ചിട്ടുള്ളത്. എന്തായാലും LA നൈറ്റിൻ്റെ മത്സരമൊക്കെ കണ്ടിട്ട് കുറച്ച് നാളുകളായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റിലൂടെ അദ്ദേഹത്തെ പിന്നെയും റോ എപ്പിസോഡിൽ ആക്റ്റീവ് ആക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരങ്ങളൊക്കെയാണ് നമുക്കിന്ന്
റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. അതായത് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നടന്ന സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ ഒരു ഗംഭീര പ്രകടനത്തോട് കൂടിയിട്ട് ഫിൻ ബാലർ ജഡ്ജ്മെൻറ്റിൻ്റെ ടീമിലെ JD മെക്ഡോണയെ പരാജയപ്പെടുത്തുന്നതായി കാണാൻ സാധിച്ചു. ഈ ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ കൗണ്ടർ ചെയ്തിട്ടുള്ള ഫിൻ ബാലറിൻ്റെ വിജയമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിന് വേണ്ട എല്ലാവിധ ചേരുവകളും ഈ ഒരു മത്സരത്തിലുണ്ടായിരുന്നു. ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നു, സ്റ്റീൽ ചെയർ, ട്രാഷ് ക്യാൻ, കൻഡോ സ്റ്റിക്ക്, സ്റ്റീൽ സ്റ്റെപ്പ്, ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന ഒന്നിലധികം മൊമെൻറ്റ്സ് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ ഇൻ്റർഫിയറൻസ്, അങ്ങനെ നല്ലൊരു സ്റ്റോറിയും നല്ലൊരു പ്രകടനത്തും ഒക്കെ പറഞ്ഞു പോയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം. കൂടാതെ നടന്ന മറ്റൊരു ടൊർണാഡോ 6-man ടാഗ് ടീം മത്സരത്തിൽ ഈ എൽ ഗ്രാൻഡെ അമേരിക്കാനോസും ലോസ് അമേരിക്കാനോസ് എന്ന് പറയുന്ന ടീമും അവർ ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനോയെയും അമേരിക്കൻ മെയ്ഡ് ടീമിൻ്റെ മാസ്ക് ഇട്ട് വരുന്ന വെർഷനെയും പരാജയപ്പെടുത്തുന്ന ഒരു ഗംഭീര ടൊർണാഡോ 6-man ടാഗ് ടീം മത്സരം കൂടി നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള റോ എപ്പിസോഡ്, നല്ല നല്ല മത്സരങ്ങൾ, നല്ല നല്ല മൊമെൻറ്റ്സ്, അതിനേക്കാൾ ഉപരി വലിയ സർപ്രൈസുകൾ, ഇതൊക്കെ നിറഞ്ഞു നിന്ന വേറൊരു ലെവൽ റോ എപ്പിസോഡ് എന്ന് തന്നെ ഇന്നത്തെ റോ എപ്പിസോഡിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. 2026 ഏറ്റവും മികച്ച റോ എപ്പിസോഡ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.